വിയോഗത്തിനനുബന്ധിച്ച് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയ അമ്മച്ചി, അതുപോലെ പ്രിയപ്പെട്ടതായ ജോർജേട്ടൻ, ചെറിയാനേട്ടൻ കുടുംബം, ജോർജേട്ടൻ കുടുംബം, പ്രിയ ബാബേട്ടൻ കുടുംബം, കർത്തുദാസൻ ബെന്നി കുടുംബം, കർത്തുദാസൻ പ്രിയ ജോൺ കുടുംബം, എല്ലാവരെയും കർത്താവ് വചനത്താൽ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന ഈ സമയത്ത് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനവുമായി ഏറിയ വർഷത്തെ ബന്ധം എനിക്കുണ്ട്. പ്രിയ ഭവനത്തിലെ ഇളയ മകനായ പ്രിയ ജോണ് ഞങ്ങൾ ഒരുമിച്ചാണ് കുമ്പനാട് ഹെബ്രോൺ ബൈബിൾ കോളേജിൽ പഠിക്കുകയും ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ പേരോടനുബന്ധിച്ച് ചെമ്പുത്ര, കരിപ്പുക്കുന്ന ഈ സ്ഥലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ദിവസങ്ങളിലെല്ലാം പ്രിയ പിതാവോടൊരുമിച്ചാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ആ ഭവനത്തിലാണ് താമസിച്ചിരുന്നത്. സ്വന്തം പിതാവിനെ പോലെ സ്നേഹിപ്പാനും മാത്രമല്ല, പ്രത്യേകിച്ച് എനിക്ക് എടുത്തു പറയുവാനുള്ളത് ആ പ്രിയ ഭവനം കർത്തുദാസന്മാരെ വളരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കർത്താവിന് വേണ്ടി ചെലവിടുന്ന ഭവനമാണ് പ്രിയ അപ്പച്ചൻ്റെ ഭവനം. സ്തോത്രം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പച്ചൻ്റെ ദേഹവിയോഗം പെട്ടെന്ന് ഞാൻ കേട്ടപ്പോൾ എനിക്കും വളരെ ദുഃഖമുണ്ടായി. എങ്കിലും ഒരു പ്രത്യാശയാണ് നമുക്കുള്ളത്. നമുക്ക് ഒരുമിച്ചൊരു ദിവസം കാണുവാൻ കഴിയും. പ്രകാരം ദാനിയേലിനോട് യഹോവയാദി പ്രകാരം പറഞ്ഞു, ദാനിയേലേ, പോയി വിശ്രമിച്ചു കൊള്ളുക. കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീയും എഴുന്നേറ്റ് വരും. സ്തോത്രം. ആകയാൽ പ്രിയപ്പച്ചനും കർത്താവിൻ്റെ ഗംഭീരനാദത്തിങ്കൽ, ദൈവത്തിൻ്റെ കാഹളത്തിങ്കൽ ഒരുമിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ആ ദൈവം ആ പ്രത്യാശയെ നിറയ്ക്കുമാറാകട്ടെ. ഭക്തനായ സാധു കൊച്ചു കുഞ്ഞുപദേശി മരിച്ച് തൻ്റെ ശവശരീരം പ്രകാരം ഭവനത്തിൽ ആയിരിക്കുമ്പോൾ അതിന് മരണത്തിന് തൊട്ടു മുൻപ് മരിക്കുന്ന തൊട്ടു മുൻപ് തൻ്റെ ബന്ധുമിത്രാദി കൂട്ടുകുടുംബങ്ങളെല്ലാം വളരെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആ ഭക്തനായ മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞു. അതിൻ്റെ മരണം തൊട്ടു മുമ്പാണ് ഇപ്രകാരം പറഞ്ഞു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? എന്തിനാണ് നിങ്ങൾ നിലവിളിക്കുന്നത്? കഴിഞ്ഞ നാളുകൾ ദൈവം നമ്മെ പോറ്റി പുലർത്തിയല്ലയോ, ഇനി പോറ്റി പുലർത്തുവാൻ ദൈവമതിയായവനാണ്. ഞാൻ എൻ്റെ താൽക്കാലികമായ ശരീരമാണ് കൂടാരം വിട്ട്, താൽക്കാലികമാണ് വാസസ്ഥലം വിട്ട് എൻ്റെ സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക് ഞാൻ പോകുന്നു. അവിടെ എൻ്റെ യേശു കർത്താവ് എന്നെ കാത്തു നിൽക്കുന്നു. പിതാവ്, ദൈവമുണ്ട്, ദൂതന്മാരുണ്ട്, വിശുദ്ധന്മാരുണ്ട്. എൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് ഞാൻ പോകുന്നു. പ്രിയ അപ്പച്ചൻ്റെ സ്വന്തം ഭവനത്തിലേക്ക് അപ്പച്ചൻ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രത്യാശ നമുക്കായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിചയപ്പെടുവാനും അടുത്തറിയുവാനും ഇടയായത് പലപ്പോഴും കടയിൽ ചെല്ലുമ്പോൾ മേശപ്പുറത്ത് ചില ട്രാക്റ്റുകൾ അവിടെയുണ്ട്, വേറെ പല സാധനങ്ങളുണ്ട്. ഞാൻ അച്ഛനോട് ഇങ്ങനെ വളരെ രഹസ്യകരമായി ചോദിച്ചു, അച്ഛാ ഇതെന്നാ പരിപാടിയെന്ന് ചോദിച്ചു. ഇവിടെ ഇരുന്ന രണ്ട് കാര്യം നടക്കും. ഒന്ന്, എൻ്റെ ബിസിനസ് നടക്കും. വരുന്നവരോട് ഞാൻ അറിഞ്ഞ സത്യത്തെക്കുറിച്ച് പറയുവാനും ഇടയാണ്. അന്ന് മുതൽ പ്രിയ അച്ഛനെ എനിക്ക് ഒന്നുകൂടെ ആഴമായി മനസ്സിലാക്കുവാൻ ഇടയായത് കർത്താവിൻ്റെ വിലയുള്ള ബന്ധത്തിൽ തന്നാൽ ആവത് അവൾ ചെയ്തു എന്ന ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്ന പോലെ ജീവിച്ചിരുന്ന നാളിൽ കർത്താവിന് വേണ്ടി തന്നാൽ ആവത് ചെയ്യുവാൻ കർത്താവ് ഭാഗ്യം കൊടുത്തു. അനുഗ്രഹിക്കപ്പെട്ടതായ തലമുറകൾ പ്രിയ ജെയ്സൺ ഓർപ്പിച്ചതുപോലെ ഇളയ മകൻ പ്രിയ ജോൺ ആ പ്രിയപ്പെട്ടവരുമായിട്ട് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിൽ പലയിടങ്ങളിൽ ശുശ്രൂഷിപ്പാനും അന്നൊക്കെ ഈ പിതാവും മാതാവും ഒക്കെ അവിടെ കടന്നു വന്ന് ഒരുമിച്ച് കൂട്ടായ്മയെ ആചരിപ്പാനൊക്കെ കർത്താവ് അവസരങ്ങളെ നൽകി. ഈ ആകസ്മികമായ ശാരീരികമായ വേർപാട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേദന ഉളവാക്കുന്നെങ്കിലും ധന്യനായ പൗലോസ്ലീഹ പറഞ്ഞ ഒരു പദം ഇങ്ങനെയാണ്: വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആകുവാൻ അധികം കാക്ഷിക്കുന്നു. ഈ ലോകത്തിൽ കഷ്ടതകളും ഭാരങ്ങളും ഞെരുക്കങ്ങളും നിറഞ്ഞ ഈ ലോക ജീവിതയാത്രയിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചേരുവാൻ കൊടുത്ത വലിയ ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദാവീദ് പറയുന്നത് പോലെ, ഇനി ഞാൻ എത്ര കരഞ്ഞാലും
എന്റെ കുഞ്ഞ് എന്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല, ഞാൻ ചെന്ന് അവനെ കാണും. ആ ഭാവി പ്രത്യാശയാൽ നമ്മുടെ ഹൃദയങ്ങളെയും ക്രിസ്തു യേശുവിൽ നിലവുകളെയും കാക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യ ബന്ധകോസ്ത് ദൈവസഭ തൃശൂർ സെന്ററിന്റെ ബഥേൽ സഭയുടെ ദുഃഖവും അറിയിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമമിടും. മുടിക്കോട് താമസമാക്കിയവർ ഒന്നുകൂടെ അടുക്കുവാൻ പരിചയപ്പെടുവാൻ ഒക്കെ കർത്താവ് ഇടയാക്കി തീർത്തിട്ടുണ്ട്. കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു കുടുംബം എന്ന നിലയിൽ ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. തൻ്റെ മക്കളെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ ദൈവം കൃപ ചെയ്തു. അവർ 3 പേര് കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ശക്തിയോടെ നിലനിൽക്കുന്നു. അപ്പോൾ തന്നെ ഈ ഭവനത്തിൽ പാർക്കുന്ന സഹോദരൻ പൗലോസ് ഒരു സുവിശേഷകൻ എന്ന നിലകളിൽ സുവിശേഷ പ്രവർത്തിക്ക് ഇറങ്ങിത്തിരിച്ചില്ലെങ്കിലും ഞാൻ സുവിശേഷ നിലകളിൽ ജിയോമന എന്ന ഗോസ്പൽ ടീമുകളുടെ ബന്ധത്തിൽ ദേശ സുവിശേഷീകരണത്തിൽ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ ദൈവത്തെ വാഴ്ത്തുന്നു. ക്രിസ്തുവിൽ മരിക്കുന്ന പുത്രന്മാർ ഭാഗ്യവാന്മാരാണ്. നമുക്കുള്ള പ്രത്യാശ ക്രിസ്തുവിൽ മരിക്കുന്നവർക്ക് ക്രിസ്തുവിന്റെ മടങ്ങി വരവിൽ എടുക്കപ്പെടുവാനിടയായിത്തീരും, ഒരു രൂപാന്തര ശേഖരത്തിനിടയായിത്തീരും. ആ പ്രത്യാശ അകത്തുള്ളതുകൊണ്ട് ദുഃഖത്തിന് ഒട്ടും അവസരം ഇല്ല എന്ന കാര്യം ഓർപ്പിക്കുന്നു. നിരീശ്വരവാദികളായ ഇംഗ്ലസൂളും വോൾട്ടയറും ഒക്കെ മരണത്തോടടുത്തപ്പോൾ നിരാശയുടെ വാക്കുകൾ നിലവിളിയോടെ പറഞ്ഞപ്പോൾ ജോൺ നോക്സ് പറഞ്ഞത്, മരണം ഒരു ചെറിയ മുറിവാണ്, ഞാൻ തൃപ്തനാണ്. ഡി.എൽ. മൂടി പറഞ്ഞത്, സ്വർഗം എന്റെ മുമ്പിൽ തുറന്നിരിക്കുന്നു, ഞാൻ സന്തുഷ്ടനാണ്. അതേ, ഭക്തന്മാർക്ക് മരണത്തെ ഭയമില്ല, ഭക്തന്മാരല്ലാത്തവർക്ക് മരണത്തെ ഭയമുണ്ടാവും. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിൽ അടക്കപ്പെടുന്നവർ ഉയർത്തെഴുന്നേൽക്കും പ്രത്യാശ നമുക്കുണ്ടല്ലോ. ആ പ്രത്യാശ നിലനിൽക്കാം. ദുഃഖത്തിലായിരുന്ന കുടുംബാംഗങ്ങളെ, പ്രിയ മാതാവിനെ, മക്കളെ, കൊച്ചുമക്കളെ എല്ലാവരെയും കർത്താവ് ദിവ്യാശ്വാസം നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും നിങ്ങളുടെ പ്രത്യാശയെ പുതുക്കുവാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. ഇന്ത്യ ബന്ധകോസ്ത് സഭ നെല്ലിക്കുന്ന സഭയുടെ ദുഃഖവും പ്രത്യാശ